ഗാസയിൽ വെടിയൊച്ച നിലയ്ക്കുമോ? ഗാസയിലെ സംഘർഷം അവസാനിപ്പിക്കാനുള്ള ഒരു സമാധാന പദ്ധതി അവതരിപ്പിച്ചിരിക്കുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വെടിനിർത്തൽ, ബന്ദിമോചനം, ഹമാസ് നിരായുധീകരണം എന്നിങ്ങനെ വിവിധ തലങ്ങൾ പരാമർശിക്കുന്ന 20 വിശാല പദ്ധതിയാണ് ട്രംപ് അവതരിപ്പിച്ചത്. ഇസ്രയേലും പലസ്തീൻ അതോറിറ്റിയും അറബ് രാഷ്ട്രങ്ങളും ട്രംപിന്റെ പദ്ധതി അംഗീകരിച്ചു. നിർദ്ദേശങ്ങളോട് പ്രതികരിക്കാൻ 3-4 ദിവസം എന്ന സമയപരിധിയാണ് ട്രംപ് ഹമാസിന് മുന്നിൽ വെച്ചിരിക്കുന്നത്. ഇറാനും ഹമാസിനോട് ചേർന്ന് നിൽക്കുന്ന ചില സംഘടനകളും ഇപ്പോൾ തന്നെ ട്രംപിന്റെ പ്ലാനിനോട് ശക്തമായ വിയോജിപ്പ് അറിയിച്ചു കഴിഞ്ഞു. എങ്ങോട്ടാണ് കാര്യങ്ങൾ നീങ്ങുന്നത്? ഗാസ ചീന്തിലെ വംശഹത്യ നിലയ്ക്കാൻ വഴിയൊരുങ്ങുമോ? ആദ്യം RDX റാപ്പ്. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വൈറ്റ് ഹൌസിലെത്തി ട്രംപിനെ കണ്ടതിന് പിന്നാലെയാണ് സമാധാന പദ്ധതി അമേരിക്ക പ്രഖ്യാപിച്ചത്. പദ്ധതിയിലെ നിർദ്ദേശങ്ങൾ ഹമാസ് കൂടി അംഗീകരിച്ചാൽ ഇസ്രയേൽ ആക്രമണം നിർത്തിവയ്ക്കും. മറിച്ചാണെങ്കിൽ സൈനിക നടപടി ശക്തമാക്കാൻ ഇസ്രയേലിന് പൂർണ്ണ പിന്തുണ നൽകാനാണ് ട്രംപിന്റെ തീരുമാനം. ഗാസയ്ക്കായുള്ള തങ്ങളുടെ 20 സമാധാന പദ്ധതി അംഗീകരിച്ചില്ലെങ്കിൽ പ്രത്യാഘാതങ്ങൾ നേരിടാൻ തയ്യാറാവണമെന്നുള്ള മുന്നറിയിപ്പ് കൂടിയാണ് ഹമാസിനും ലോകത്തിനും ഇരു നേതാക്കളും നൽകിയത്. വെടിനിർത്തൽ, ജീവകാരുണ്യ പ്രവർത്തനം, പുനർനിർമ്മാണം, സുരക്ഷ, നിരായുധീകരണം, അധികാര കൈമാറ്റം, ഭാവി പദ്ധതികൾ എന്നിവയാണ് ഗാസ സമാധാന പദ്ധതിയുടെ ഉള്ളടക്കം. ഹമാസുമായി കൂടിയാലോചനകൾ നടത്തിയിട്ടില്ലെന്നും അവരുടെ നിർദ്ദേശങ്ങൾ പരിഗണിക്കാതെയുമാണ് ട്രംപ് വ്യവസ്ഥകൾ തയ്യാറാക്കിയതെന്നും വ്യക്തമാണ്. ഗാസ വിഷയത്തിൽ ഹമാസിന് ഒരു തിരഞ്ഞെടുപ്പിന് അവസരം നൽകില്ലെന്ന് വ്യക്തമാക്കിയാണ് നെതന്യാഹു ട്രംപിന്റെ പദ്ധതി അംഗീകരിച്ചത്. ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്കിടെ ഖത്തറിനെതിരായ ആക്രമണത്തിൽ നെതന്യാഹു ക്ഷമാപണം നടത്തി. ചർച്ചയ്ക്കിടെ ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽത്താനിയെ ഫോണിൽ വിളിച്ചാണ് ഖേദം അറിയിച്ചത്. RDX റാപ്പ് ന്യൂസ് മലയാളം. ഇതാണ് 20 പദ്ധതി. ഗാസ തീവ്രവാദ മുക്ത, ഭീകരമുക്ത മേഖലയാകും. അയൽക്കാർക്ക് ഭീഷണിയാകില്ല. ഒന്നാമത്. രണ്ടാമത്തേത്, ഗാസ പുനർവികസനത്തിനായി മികച്ച പദ്ധതികൾ നടപ്പാക്കും. മൂന്നാമത്തേത്, നിർദ്ദേശം ഇരുപക്ഷവും അംഗീകരിച്ചാൽ യുദ്ധം അവസാനിക്കും, സൈനിക നടപടി നിർത്തിവെക്കും. കരാർ അംഗീകരിച്ച് 72 മണിക്കൂറിനുള്ളിൽ എല്ലാ ബന്ദികളെയും കൈമാറും. ബന്ദികളെ വിട്ടയച്ചാൽ 2023 ഒക്ടോബർ 7 ശേഷം തടവിലാക്കപ്പെട്ട ഗാസക്കാരെ വിട്ടയക്കും. ബന്ദിമോചനത്തിനു ശേഷം സമാധാനത്തോട് ചേരുന്ന ഹമാസ് അംഗങ്ങൾക്ക് പൊതുമാപ്പ് നൽകും. കരാർ അംഗീകരിച്ചാൽ ഗാസയിലേക്ക് ഉടൻ സഹായമെത്തും, അടിസ്ഥാന സൗകര്യം ഉറപ്പാക്കും. ഇരുകക്ഷികളുടെയും ഇടപെടലില്ലാതെ UN ഏജൻസികൾ, റെഡ് ക്രസന്റ് വഴി സഹായ വിതരണം. ഗാസ പലസ്തീനികൾ ഉൾപ്പെടുന്ന രാഷ്ട്രീയേതര പലസ്തീൻ പരിവർത്തന കമ്മിറ്റി ഭരണത്തിലാക്കും. ഗാസ പുനർനിർമ്മാണത്തിന് വിദഗ്ധ മേൽനോട്ടത്തിൽ സാമ്പത്തിക വികസന പദ്ധതി. സഹകരിക്കുന്ന രാജ്യങ്ങളുമായുള്ള ചർച്ചകൾക്കായി നിരക്കുകൾ നിശ്ചയിച്ച് പ്രത്യേക സാമ്പത്തിക മേഖല. ഗാസ വിട്ടുപോകാൻ ആരെയും നിർബന്ധിക്കില്ല. പോകേണ്ടവർക്ക് പോകാം, തിരികെ വരാം. ഗാസയുടെ ഭരണത്തിൽ നേരിട്ടോ അല്ലാതെയോ ഒരു പങ്കും വഹിക്കില്ല എന്ന് ഹമാസ് സമ്മതിക്കണം. ഹമാസ് അയൽ രാജ്യങ്ങൾക്കോ ജനങ്ങൾക്കോ ഒരു ഭീഷണിയുമാകില്ല എന്ന ഗ്യാരണ്ടി. ഗാസയിൽ വിന്യസിക്കാൻ US-ഉം അറബ് രാജ്യങ്ങളും സഹകരിച്ച് താൽക്കാലിക അന്താരാഷ്ട്ര സേന. ഇസ്രായേൽ ഗാസ പിടിച്ചെടുക്കുകയോ കൂട്ടിച്ചേർക്കുകയോ ചെയ്യില്ല. നിർദ്ദേശം ഹമാസ് വൈകിപ്പിച്ചാലോ നിരസിച്ചാലോ ഭീകരതയില്ലാത്ത ഭാഗങ്ങളിൽ മാത്രം സഹായം. സമാധാനത്തിന് ഊന്നൽ നൽകി ഇരുപക്ഷത്തിനു വേണ്ടി സംവാദ പ്രക്രിയ രൂപപ്പെടുത്തും. പലസ്തീൻ രാഷ്ട്രത്തിനും സ്വയം നിർണയത്തിനുമുള്ള സാഹചര്യം ഒടുവിൽ യാഥാർത്ഥ്യമാകാം. 20ാമത്തെ പോയിന്റ്, സമാധാനപരമായ സഹവർത്തിത്വത്തിന് ഇസ്രയേൽ പലസ്തീൻ ചർച്ചയ്ക്ക് US വേദിയൊരുക്കും. ഇതാണ് 20 പോയിന്റുകൾ. നടപ്പാകുമോ ട്രംപിൻ്റെ പ്ലാൻ എന്ന് നമ്മൾ നോക്കിയാൽ, ട്രംപിൻ്റെ 20 പ്ലാൻ കരാറല്ല, ചർച്ചയ്ക്കുള്ള ചട്ടക്കൂട് മാത്രമെന്നാണ് വിലയിരുത്തൽ. രാഷ്ട്രീയ നിലനിൽപ്പിന് ഭീഷണി വന്നാൽ നെതന്യാഹു തന്നെ കരാർ അട്ടിമറിക്കുമെന്നാണ് വിമർശനം. ഗാസ പിടിച്ചെടുക്കാൻ ഇസ്രയേലിന് കൂടുതൽ പഴുതുകൾ നൽകുന്ന നിർദ്ദേശങ്ങൾ എന്നാണ് ആരോപണം. ഹമാസ് അംഗീകരിക്കാൻ സാധ്യതയില്ലാത്ത കരാറിലൂടെ യുദ്ധം ശക്തമാക്കാൻ വഴിയൊരുക്കുന്നു എന്നും വിമർശനമുണ്ട്. ഇതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട വിവരങ്ങൾ. അതായത് നമ്മൾ ലോകമാകെ തന്നെയും സകലമാന രാജ്യങ്ങളും മനുഷ്യരായി പിറന്ന മുഴുവൻ ആളുകളും, ഏതാണ്ട് 90% ആളുകളും ഇത് നിർത്തണം എന്നാവശ്യപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെയൊരു സമാധാനപരമായ അന്ത്യത്തിന് ഈ കരാറൊക്കെ കാരണമാകുമോ? ഇതിലൊരു കാര്യം, ഈ ലോകത്ത് ഇപ്പോൾ UN അംഗരാഷ്ട്രങ്ങളായിട്ടുള്ള 193 രാഷ്ട്രങ്ങളിൽ 157 രാഷ്ട്രങ്ങളും പലസ്തീൻ എന്നുള്ള രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പിനെ അംഗീകരിച്ചിട്ടുണ്ട്. ആ നിലനിൽപ്പ് അംഗീകരിക്കാത്ത ഒരു കരാറാണിത്. അങ്ങനെ ഒരു രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പ് അത് അംഗീകരിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചുകൊണ്ടുള്ള ഒരു കരാർ. ഒരു ഭരണകൂടം ഉണ്ടാവില്ല, സായുധമായ ഒരു സാഹചര്യം അവിടെ ഏതെങ്കിലും ഒരു സംഘടനയ്ക്ക് കൊണ്ടു നടക്കാൻ കഴിയില്ല. സമ്പൂർണ്ണമായി നശിച്ച ഒരു പ്രദേശത്തെ ഇങ്ങനെ നിലനിർത്തിക്കൊണ്ട് ഇവിടെ നമുക്ക് അവസാനിപ്പിക്കാം എന്നുള്ള ഒരു കരാറാണ് ഇപ്പോൾ ട്രംപ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊന്നുമില്ല, ഏറ്റവും വലിയ ഈ സംഘർഷം അവസാനിപ്പിച്ച വ്യക്തി എന്നുള്ള പേര് അവശേഷിപ്പിക്കാം എന്നുള്ള ആലോചന. പിന്നെ അവിടെ അദ്ദേഹം നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ള റിയൽ എസ്റ്റേറ്റ് താല്പര്യങ്ങളോ മറ്റെന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള താല്പര്യങ്ങളോ, സമ്പൂർണ്ണമായും ഇസ്രായേലിൻ്റെ കുറേ താല്പര്യങ്ങളോ ഒക്കെ നടപ്പാക്കുക. ഇത് മാത്രമാണ് ഇപ്പോൾ
നമുക്ക് മുന്നിൽ കാണുന്നത്. ഈ കരാറിനെ കുറിച്ച് നോക്കുമ്പോൾ ഒറ്റയടിക്ക് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ, അതിന് എത്രയാണ് വില കൊടുക്കേണ്ടി വരുന്നത് പലസ്തീനുകൾ ഇങ്ങനെ ഒരു കരാറിന്. സരീഷ്, അവിടെ നമ്മൾ പല ആവർത്തി പറഞ്ഞതാണ്, അവിടുത്തെ ഇസ്രയേലി സേനയുടെ കണക്ക് പ്രകാരം കൊല്ലപ്പെട്ടിരിക്കുന്നത് 83% സിവിലിയൻസാണ്. 83% സിവിലിയൻസാണെന്ന് ആരാ പറയുന്നത്? ഇസ്രയേൽ തന്നെ പറയുകയാണ്, സമ്മതിക്കുകയാണ്. അപ്പോൾ ആ കൂട്ടക്കൊല നടത്തിയിരിക്കുന്നത്, ഈ വംശഹത്യ നടത്തിയിരിക്കുന്നത്, ഈ ചെറിയ പ്രദേശത്ത് വംശഹത്യ നടത്തിയിരിക്കുന്നത് ഹമാസിനെ കൊന്നൊടുക്കാൻ വേണ്ടിയിട്ട് ആണ് എന്നാണല്ലോ പറയുന്നത്. ഇപ്പോൾ ഹമാസുമായി തന്നെയാണ്, ഹമാസിനോടാണ് ആലോചിക്കാൻ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആ തീരുമാനത്തിലേക്ക് ഒരുപക്ഷെ ഹമാസും എത്തിയേക്കാം. കാരണം ഈ ഒരു സാഹചര്യത്തിൽ വന്ന് നിൽക്കുകയാണല്ലോ, അതിന് പ്രതിഷേധമൊക്കെ ഉണ്ടാവാം. പിന്നെ ഞാൻ കരുതുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഇതൊക്കെ ട്രംപിൻ്റെ ആഗ്രഹത്തിന് ഇങ്ങനെ ഒരു കരാറ് കൊണ്ടുവന്ന് വയ്ക്കുന്നു. ട്രംപിൻ്റെ താല്പര്യങ്ങൾ കൊണ്ട് ഒരു കരാർ കൊണ്ടുവന്ന് വയ്ക്കുന്നു. കരാർ അല്ലെങ്കിൽ ഒരു ചട്ടക്കൂട്, ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു ചട്ടക്കൂട്, ഈ ചർച്ചകളിലേക്കുള്ള ഒരു കവാടം എന്ന മട്ടിൽ ഈ ചട്ടക്കൂട് അവിടെ കൊണ്ടുവയ്ക്കുകയാണ്. പക്ഷേ ഇത് നെതന്യാഹു അട്ടിമറിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. കാരണം ഇത് പരിഹരിക്കപ്പെട്ടാൽ നെതന്യാഹു ഇതിന് തൊട്ടു പിന്നാലെ ജയിലിലേക്ക് പോകേണ്ട ആളാണ്. അതല്ലെങ്കിൽ അവിടെ അഴിമതി കേസിലും മറ്റു പ്രശ്നങ്ങളിലും കുടുങ്ങി നിൽക്കുന്നയാളാണ് നെതന്യാഹു. ഇത് പരിഹരിക്കാൻ നെതന്യാഹുവിന് ഒരു താല്പര്യവും ഉണ്ടാവില്ല തൽക്കാലത്തേക്കെങ്കിലും. ഇത് ഈ പ്രശ്നവുമായി മുന്നോട്ട് പോവുക തന്നെയാണ്. മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 157 ലോകരാഷ്ട്രങ്ങൾ അംഗീകരിച്ച പലസ്തീൻ എന്ന രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പില്ലാതെ ഇത്തരമൊരു ഒത്തുതീർപ്പിലേക്ക് ഈ ഘട്ടത്തിൽ പലസ്തീൻ പോകുമെങ്കിൽ തന്നെ അത് തന്ത്രപരമായ ഒരു പോക്കായിരിക്കും. ഹമാസ് പോയാൽ തന്നെ അത് തന്ത്രപരമായ ഒരു പോക്കായിരിക്കും. കാരണം തൽക്കാലത്തേക്ക് ഈ സംഘർഷത്തിൽ നിന്ന് പിൻവാങ്ങുക എന്നത് അവരെ സംബന്ധിച്ചും അനിവാര്യമായ ഒരു സംഗതിയാണ്. ആ മട്ടിൽ പോവുക മാത്രമേ സംഭവിക്കൂ. പക്ഷേ ലോകം ഇതുവരെ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും നികൃഷ്ടമായ, കാരണം മനുഷ്യൻ ആധുനികനാവും തോറും ഇനി യുദ്ധങ്ങൾ ഉണ്ടാവില്ല എന്നും അങ്ങനെയൊക്കെയാണല്ലോ ചിലർ വിലയിരുത്തിക്കൊണ്ടിരുന്നത്. യുദ്ധങ്ങൾ ഉണ്ടാവില്ല, വംശഹത്യകൾ ഉണ്ടാവില്ല, മനുഷ്യനോടുള്ള കരുതലുണ്ടാവും എന്നൊക്കെ വിചാരിച്ചിരുന്നിടത്ത് നിന്ന് കഴിഞ്ഞ ഒരു 25-30 വർഷം കൊണ്ട് ലോകം മാറിയ മാറ്റം എന്താണ്? അതിർത്തികൾ കൂടുതൽ ശക്തമായി, കുടിയേറ്റങ്ങളെ സമ്പൂർണ്ണമായി നിയന്ത്രിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയി. എത്രയോ സ്ഥലത്ത് കൂടുതൽ യുദ്ധങ്ങളുണ്ടായി. അതിൽ തന്നെ ഏറ്റവും നികൃഷ്ടമായ യുദ്ധമെന്ന്, ഏറ്റവും നികൃഷ്ടമായ വംശഹത്യയെന്ന് ഇതിനെ വിശേഷിപ്പിക്കാനുള്ള കാരണം അത്രമേൽ ശക്തമായ രാഷ്ട്രമാണ് ഇസ്രായേൽ. ആ ശക്തമായ രാഷ്ട്രമാണ് ആലപ്പുഴ താലൂക്കിൻ്റെ അത്രയും വലിപ്പമുള്ള ഒരു പ്രദേശത്തെ 10,000 മനുഷ്യരുടെ മേൽ ലക്ഷക്കണക്കിന് ബോംബുകൾ വർഷിക്കുന്നത്. ഇത് നമ്മളെല്ലാവരും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ കേരളം പോലും അന്തം വിട്ടത് കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളതല്ലാതെ ശക്തമായ ഒരു പ്രതിഷേധം, ഒരു ശബ്ദം അത് രേഖപ്പെടുത്താൻ കഴിയുന്നില്ല. ഈ ലോകരാഷ്ട്രങ്ങളിലെല്ലാം ഇതിൽ പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ കണ്ടിട്ടുണ്ട്, അവർ അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ 157 ലോകരാഷ്ട്രങ്ങൾ ചേർന്നിട്ടും 83%, അതായത് ഈ UN അംഗസംഖ്യയുടെ 83% അംഗരാഷ്ട്രങ്ങൾ ചേർന്നിട്ടും ഈ ഇസ്രായേലിനെ ഒന്ന് തടുത്തു നിർത്താൻ കഴിയുന്നില്ല എന്നുള്ള സങ്കടകരമായ കാഴ്ചയാണ് നമുക്ക് മുന്നിലുള്ളത്. എനിക്ക് വലിയ വിശ്വാസമില്ല ഈ നിർദ്ദേശങ്ങളിൽ. അതാണ് ഇതിനകത്ത് പറഞ്ഞതിൽ കൂടുതലൊന്നും പറയാനില്ല. സക്കറിയയുടെ ആർക്കറിയാം എന്ന് പറയുന്നൊരു കഥയുണ്ട്. മലയാളത്തിലെ കഥകളിലെ ഏറ്റവും ഒരു 10-20 ഏറ്റവും മികച്ച എടുത്താൽ അതിനകത്ത് നിൽക്കുന്ന ഒരു കഥ എന്നാണ് സാഹിത്യം വായിക്കുന്ന ആളുകളൊക്കെ പറയുന്നത്. ആർക്കറിയാം എന്നാണ്. അതിനകത്തൊരു ചോദ്യമുണ്ട്, ഇത്രായിരം കുഞ്ഞുങ്ങളുടെ ചോരയിലൂടെയാണോ ഒരു രക്ഷകൻ വരുന്നത് എന്ന്. ഈ ആർക്കറിയാം എന്ന് പറഞ്ഞ കഥ യേശു ജനിക്കുന്ന കാലത്തെ പറ്റിയുള്ളതാണ്. ഈ ഹെറോദേസ് രാജാവ് ഇങ്ങനെ ഒരു രക്ഷകൻ യേശു ജനിക്കുകയാണെന്ന് അറിഞ്ഞിട്ട് യേശു എവിടെയുള്ളതെന്ന് അറിയില്ല, കാലിത്തൊഴുത്തിലാണല്ലോ മൂപ്പര് ജനിക്കുന്നത്. അപ്പോൾ ഇന്ന ആളാണെന്ന് തിരിച്ചറിയാത്തതുകൊണ്ട് ആ ദിവസങ്ങളിൽ ജനിച്ച 2 വയസ്സിന് താഴെയുള്ള സകലമാന കുഞ്ഞുങ്ങളെയും കൊന്നുകളയാൻ ഉത്തരവിടും. അപ്പോൾ രാജാവിൻ്റെ ഭടന്മാർ സകല സ്ഥലത്തും ചെന്ന് കുഞ്ഞുങ്ങളെ പിടിച്ച് എല്ലാത്തിനെയും കൊല്ലും. എന്നിട്ട് അതിൽ ഒരു പട്ടാളക്കാരൻ അവിടുത്തെ ഒരു മദ്യശാലയിലേക്ക് വരികയും അവിടെ ഈ സെക്സ് വർക്ക് ചെയ്യുന്ന സ്ത്രീയുമായിട്ടിരുന്ന് സംസാരിക്കുകയും ചെയ്യുമ്പോൾ അയാളുടെ കയ്യിലൊക്കെ കുഞ്ഞുങ്ങളുടെ ചോരയാണ്. അപ്പോൾ ആ സെക്സ് വർക്ക് ചെയ്യുന്ന സ്ത്രീ ഇയാളോട് ചോദിക്കുന്ന ചോദ്യമാണിത്, ഇത്രായിരം കുഞ്ഞുങ്ങളുടെ ചോരയിലൂടെയാണോ ഒരു രക്ഷകൻ വരുന്നത്? യേശുവിന് വരാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ യേശുവിന് വരുന്ന തൊട്ടു മുന്നോടിയായിട്ട് ഇങ്ങനെ ഒരു കൊലപാതക പരമ്പര കുഞ്ഞുങ്ങളുടെ നടക്കുക. അപ്പോൾ സക്കറിയയുടെ കഥയുടെ തലവാചകം അങ്ങനെയാണ്. അതായത് ഇത്രായിരം കുഞ്ഞുങ്ങളുടെ ചോരയിലൂടെയാണോ ഒരു രക്ഷകൻ വരുന്നത് എന്ന് ആ സ്ത്രീ ചോദിക്കുമ്പോൾ പട്ടാളക്കാരൻ കുറച്ചു നേരം മൗനമായിട്ട് നിന്നിട്ട് ആർക്കറിയാം എന്ന് പറയും. അതാണ് ആ കഥയുടെ തലവാചകം. അതുപോലെയാണിത്. അതായത് ഇത്രായിരം കുഞ്ഞുങ്ങളുടെ ചോരയിലൂടെ, ഇത്ര ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളുടെ അല്ലെങ്കിൽ ഇത്ര 10,000 കുഞ്ഞുങ്ങളുടെ ചോരയിലൂടെയാണ് ഒടുവിൽ ഒരു സമാധാന കരാർ എന്നിവർ പറയുന്ന സാധനം വരുന്നത്. എന്തിനാണ്? ട്രംപിന് സമാധാന നൊബേൽ വേണം. ഇത്രായിരം ആളുകളെ കൊല്ലാൻ അനുമതി നൽകിയ ഒരു രാജ്യത്തിൻ്റെ തലപ്പത്തിരുന്നിട്ട് അയാൾ സമാധാന നൊബേൽ മേടിക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഹർഷൻ ശരിയാവണ്ണം പറഞ്ഞതുപോലെ നെതന്യാഹു എന്താ പറയുന്നത്? IDF അവിടെ ഉണ്ടാകും, ഞങ്ങളുടെ സേന അവിടങ്ങളിലെല്ലാം തന്ത്രപ്രധാന മേഖലകളിലൊക്കെ ഉണ്ടാകും, ഞങ്ങൾ പലസ്തീനെ അംഗീകരിക്കില്ല. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ്
ഈ കാര്യങ്ങൾ നടത്തുന്നത്. അവിടെയുള്ള ഹമാസ് ആണെങ്കിൽ അവർ കംപ്ലീറ്റ് ആയിട്ട് മാറണം, പൊതുമാപ്പ് നൽകും, അവിടെ ഉണ്ടായ തുരങ്കങ്ങളെല്ലാം മാറ്റിക്കളയണം, ഹമാസ് സമ്പൂർണ്ണമായിട്ട് കീഴടങ്ങണം. ഹമാസ് സമ്പൂർണ്ണമായിട്ട് കീഴടങ്ങട്ടെ ഈ കാര്യത്ത് എന്ന് നമുക്ക് ആഗ്രഹിക്കാം. പക്ഷേ അങ്ങനെ ഇത്രയും നാളും ഈ പറയുന്ന പ്രശ്നത്തിനടക്കമെല്ലാം നിന്ന് വെടിവെച്ചുകൊണ്ടിരുന്ന ഈ ആൾക്കാർ ഇത് സമ്മതിക്കുമോ? അപ്പോൾ ആളുകൾക്ക് ഈ സംഗതി യഥാർത്ഥത്തിൽ സമാധാനം വരാനുള്ള സമാധാന കരാർ വേണ്ടേ വെക്കാൻ? ഈ 20 കരാറിനെ വിശ്വസിക്കുക. ഇവരൊക്കെ വലിയ വലിയ ആൾക്കാരാണല്ലോ ഹർഷ. അവർ നടപ്പാക്കുന്ന ചിലപ്പം നടപ്പായി പോകട്ടെ, ആ നാട്ടിലാകപ്പാടെ സമാധാനം വരട്ടെ, എല്ലാവരും ലോകരാഷ്ട്രങ്ങളെല്ലാം അനുകൂലിക്കുകയാണ്. പക്ഷേ എന്നാലും നടപ്പാക്കാവുന്ന കാര്യമാണോ ഈ പറഞ്ഞിരിക്കുന്നത്? ഇയാൾക്ക് വല്ല പിടിവാശിയുണ്ടോ? പിടിവാശിയിൽ നിന്ന് വല്ല മാറ്റമുണ്ടോ? ഇയാൾ പറയുന്ന IDF പോലീസും അവരുടെ സേന സകലമായ ആയുധങ്ങളുമായിട്ട് അവിടെ ഉണ്ടാകും, ഞങ്ങൾ റിയൽ എസ്റ്റേറ്റ് ബൊണാൻസ ഇപ്പുറത്ത് നടത്തും എന്നൊക്കെ പറയുമ്പോൾ ഒരു രാജ്യത്തെ അങ്ങനെ പൂർണ്ണമായിട്ട് സമ്പൂർണ്ണമായിട്ട് ഇല്ലാതാക്കിയിട്ട് ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് മുന്നോട്ട് പോകും. ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ അവരുടെ തന്നെ മാധ്യമങ്ങൾ, ഗാർഡിയൻ അടക്കമുള്ള മാധ്യമങ്ങളിലെ സകല വിശകലന ലേഖനങ്ങളിലും ഇത് സംശയകരമാണ് എന്ന് അവർ തന്നെയും പറയുന്നുണ്ട്. അപ്പോൾ ഒരാൾക്ക് നൊബേൽ സമ്മാനം മേടിക്കണം, മറ്റേയാൾക്ക് അഴിമതി കേസിൽ നിന്ന് വിട്ടു നിൽക്കണം. അതിനുവേണ്ടി ഉണ്ടാക്കിയ ഒരു കരാറിന് സമാധാന കരാർ എന്ന് പേരിട്ടിരിക്കുന്നു എന്നല്ലാതെ ഇത് യഥാർത്ഥത്തിൽ ഈ കുഞ്ഞുങ്ങളുടെ ചോരക്ക് കണക്ക് പറയുന്ന ഇനി ഉണ്ടാകാതിരിക്കുന്ന ആ കാര്യമാകുമോ എന്ന് നമുക്ക് ഉറപ്പൊന്നുമില്ല. സമാധാന നൊബേൽ ജേതാവുക അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് അതിൽ കവിഞ്ഞൊരു ലക്ഷ്യം ഇപ്പോഴുണ്ടെന്ന് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ പോലും ട്രംപിൻ്റെ ഇടപെടൽ ഗാസയിലെ വെടിയൊച്ചകൾ നിലക്കാൻ സഹായിക്കുമെങ്കിൽ ലോകം കണ്ട ഏറ്റവും മികച്ച നയതന്ത്ര സമാധാന നീക്കമായിരിക്കും അതെന്നതിൽ സംശയമില്ല. രക്തത്തോളം കട്ടി ലോകത്ത് മറ്റൊന്നിനും ഇല്ലല്ലോ. ചോരച്ചാലുകൾ നിലച്ചാൽ അത് ആരുടെ സമ്മാനമോഹം കാരണമാണെങ്കിലും എന്നാൽ ട്രംപ് മുന്നോട്ട് വെച്ച പ്ലാനിൽ പലതും മിസ്സിംഗ് ആണ്. ഇസ്രയേൽ പിന്മാറ്റത്തെക്കുറിച്ചോ ബന്ദിമോചനത്തെക്കുറിച്ചോ യുദ്ധാനന്തര ഭരണത്തെക്കുറിച്ചോ പരാമർശത്തിലുപരി ആഴത്തിലൊരു കാഴ്ചപ്പാട് ഇവിടെയുമില്ല. ഒപ്പം പലസ്തീൻ എന്ന സ്വതന്ത്ര രാഷ്ട്രത്തെപ്പറ്റി കൃത്യമായൊന്നും പറഞ്ഞു വെക്കുന്നുമില്ല. ഹമാസ് ഒരു തരത്തിലും അംഗീകരിക്കാനിടയില്ലാത്ത നിർദ്ദേശങ്ങളാണ് പ്ലാനിലുള്ളതെല്ലാം. അങ്ങനെയൊരു നിലപാട് ഹമാസ് പ്രഖ്യാപിക്കുന്ന നിമിഷം ലോകത്തെ മുഴുവൻ വെല്ലുവിളിച്ച് ഇസ്രയേലും ഒപ്പം അമേരിക്കയും ഗാസയിൽ ഇരട്ടി പ്രഹരത്തിൽ ബോംബ് വർഷിക്കുമെന്നുറപ്പ്. അതുണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. വിദൂരമായതെങ്കിലും ഒരു പ്രകാശ കീറിൻ്റെ പ്രതീക്ഷയിലേക്ക് നോക്കിയിരിക്കാം. ഇടവേളയിലേക്ക്